പ്രഭാതവന്ദനങ്ങൾ. സ്നേഹിക്കപ്പെടുക എന്നുള്ളത് ഒരു സാമൂഹിക ജീവി എന്ന നിലയിൽ ഒരു വ്യക്തിയുടെ വളരെ പ്രാധാന്യമായിട്ടൊരു ആവശ്യമാണ്. എന്നാൽ ഈ ലോകത്തിലെ സ്നേഹങ്ങൾക്കെല്ലാം ഒരു പരിമിതികളുണ്ട്. അത് ബന്ധങ്ങളിലായാലും അല്ലെങ്കിലും. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം അത് പരിധികളില്ലാത്തതാണ്. അത് അൺകണ്ടീഷണലാണ്, അഗാപ്പെ ലവ് ആണ്. 1 യോഹന്നാൻ 4:8-16 ദൈവം സ്നേഹമാണ്, സ്നേഹം തന്നെ എന്ന് എഴുതിയിട്ടുണ്ട്. ഈ സ്നേഹത്തെ ഓരോ ദിവസവും അനുഭവിക്കപ്പെടുക എന്നുള്ളതാണ് വളരെ പ്രാധാന്യമായിട്ടുള്ള കാര്യം. അത് പൗലോസിന് അറിയാവുന്നത് കൊണ്ട് തന്നെ എഫെസസിലെ സഭയ്ക്ക് എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായം 17 മുതൽ വായിക്കുമ്പോൾ, ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങൾ ആയിരുന്നു കൊണ്ട് ആ സ്നേഹത്തിൽ വേരൂന്നി അതിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും എല്ലാം അറിഞ്ഞുകൊണ്ട് ക്രിസ്തു സ്നേഹത്തെ അറിയുവാനുള്ള പ്രാപ്തരാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതെ, ഈ ക്രിസ്തു സ്നേഹത്തെ ഓരോ ദിവസവും അറിയുവാനും അനുഭവിക്കുവാനും നമ്മളെല്ലാം പ്രാപ്തരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന അപ്രകാരമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമോ, ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അങ്ങ് അത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കറിയാം. എന്നാൽ അത് ഓരോ ദിവസവും അറിയുവാൻ അനുഭവിക്കപ്പെടുക തക്കവണ്ണമുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണം. എല്ലാ ദിവസവും അങ്ങയുടെ സ്നേഹത്താൽ നിറഞ്ഞ് ജീവിക്കുന്നവരാക്കി ഞങ്ങളെ അങ്ങ് മാറ്റുന്നതിനായിട്ട് നന്ദി. ഞങ്ങളങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. എല്ലാ മാനവും മഹത്വവും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.